ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ ക്ഷണകരമായി പരിപാലിച്ച ദൈവമേ, വാർത്തകളും ലഭിച്ചവരെ നന്ദിയോട് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് വരാവുന്ന അനർത്ഥങ്ങളിൽ വിളിച്ച ആയുസ് ദീർഘിപ്പിച്ച് ആഹാരം ഞങ്ങളുടെ ധരിക്കുവാൻ വസ്ത്രമൊരുക്കിയ ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രത്തിൽ എണ്ണത്തിൽ നിന്ന് കുറയാതെ സൂക്ഷിച്ചു ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കേൾപ്പിച്ച് സ്തോത്രത്തിൽ ജാഗരിക്കാം. പകൽക്കാലം അനുഭവിച്ചിട്ടില്ലാത്ത നല്ല പകൽക്കാലം ദാനമായി നൽകുവാൻ സ്വർഗം മനസ്സിൽ കാട്ടിയ ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയോടെ സ്തോത്രം. ക്രൈസ്തവരോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, പിതാവേ, നന്ദി തന്നെ ഹൃദയത്തോടെ ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. നല്ലൊരു വിലയേറിയമായ ഒരു പകലിന്റെ വേളയ്ക്ക് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ ക്ഷമകരമായി പരിപാലിച്ച് തിരിക്കപ്പെട്ട വേഗത്തണലിൽ കർത്താവേ, ക്രൈസ്തവരോട് ഞങ്ങൾക്ക് വരാവുന്ന എല്ലാ ആപത്തുകളും വിടുവിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നന്മയായി നൽകുകയും ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയോടെ സ്തോത്രം. അനവധി കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായി. എന്നാൽ അതൊന്നും സാരമില്ലെന്ന് എണ്ണുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആമേ പ്രവർത്തിച്ച വിധങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം. പകൽക്കാലം കർത്താവേ, വിശുദ്ധ ആരാധനയ്ക്കായി കൂട്ടിവരുന്നതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ഒരാഴ്ചക്കാലം ക്ഷമകരമായി പരിപാലിച്ചുവല്ലോ. ആമേൻ. അതേ കർത്താവേ, ആമേൻ, അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും ആമേൻ അനുകൂലമായി ദൈവം നിലനിന്ന് പ്രവർത്തിച്ച വിധങ്ങൾക്ക് നന്ദി പറയുന്നു. പകൽക്കാലം കർത്താവേ, ആമേൻ, അങ്ങേ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആമേൻ, ഞങ്ങളുടെ സങ്കടങ്ങൾ സ്തോത്രത്തോട് ആമേൻ അർപ്പിപ്പാൻ തക്കോണം സ്വർഗം ഞങ്ങൾക്കായി വേർതിരിച്ച സമയത്തിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾക്ക് പകൽക്കാലം കർത്താവേ പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം ധ്യാനിപ്പാനും കൊണ്ട് കൃപ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ടവരൊക്കെ വിട്ടുപോകുന്ന ഭവനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശത്തിനായി സ്തോത്രം. ദേശനിവാസികളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ആമേൻ ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങളാൽ, സാക്ഷ്യ പ്രബോധനങ്ങളാൽ, സ്തുതിഗീതങ്ങളാൽ സ്വർഗം ആമേൻ എന്റെ മക്കളാകുന്ന അടികളോട് കരുണ തോന്നി ആമേൻ പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇടമക്കൾ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉള്ളതുകൊണ്ട് അത്ഭുതമന്ത്രിയായും വീരനാം ദൈവം നിത്യപിതാവും സമാധാന പ്രഭു സകലാധിപത്യമുള്ളവൻ ആമേൻ അടികൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. കർത്താവേ, അന്ന് എല്ലാവരെയും ഏൽപ്പിച്ച് സ്തോത്രത്തിന് ശേഷിയാൽ ആമേൻ ഒരിക്കൽ കൂടെ ആമേൻ അതേ കർത്താവേ പ്രിയ സാർ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. നാൾ മുതൽ ഇന്നയോളം സ്വർഗം സൂക്ഷിച്ചു പരിപാലിച്ചു. ആമേൻ. അതത് മേഖലകളിൽ സ്വർഗം പരിപാലിച്ച വിധങ്ങൾക്ക് നന്ദി പറയുന്നു. പകൽക്കാലം ഞങ്ങൾ മേത്തൽ അല്പസമയം ഇരിക്കുമ്പോൾ അവർക്ക് പാടുവാൻ പ്രാർത്ഥിപ്പാൻ കൃപ നൽകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഈ ഭൂതലം നടക്കുന്ന സകല വിശുദ്ധന്മാരും വിശുദ്ധ മതികളെ ഇക്കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ അല്പസമയം ഇരിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. അടികൾ ആയിരിക്കുന്ന കോമ്പൗണ്ട് ചുറ്റും സ്വർഗീയ ദൂതഗണങ്ങളുടെ വലിയ കാവൽ നൽകണം. കർത്താവായ അവസാനം അധ്യക്ഷനായിരിക്കേണ്ട മാനവർക്ക് നൽകണം. മഹത്വമെല്ലാം അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ അങ്ങേ വാഴ്ത്തട്ടെ. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ നൽകുക യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് തോന്നി കേൾക്കുമാറാകട്ടെ. ആമേൻ. നന്ദിയോടെ പാടിപ്പോകട്ടാം അനുദിനവും നന്ദിയോടെ പാടി
ആമേൻ 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 ആമേൻ. തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ. തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ.
പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് കണ്ണുകളിലേക്ക് നമ്മുടെ തലകളെ വണക്കാം. ദൈവകരങ്ങളെ ഏൽപ്പിച്ച നമുക്ക് എല്ലാവർക്കും അല്പസമയം സ്തോത്രം ചെയ്യാം. സ്വകത്രക്കാലം കണ്ണിനെ കടയിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയോട് സ്തോത്രം കൊണ്ട് ഞാൻ സമർപ്പിച്ചു. പാതപടത്തിൽ നമ്മളെല്ലാവരും ആയിരിക്കുമ്പോൾ കൊണ്ടുനടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി അവസരമാണ്. നമ്മളെല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാനിരിക്കുമ്പോൾ അല്പം പ്രാർത്ഥിക്കാമല്ലോ. Praise the Lord. Hallelujah. Praise God, Jesus. Hallelujah. Amen. Hallelujah. കർത്താവേ സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സത്യപിതാവാം നല്ല ദൈവമേ കർത്താവേ, അനുഗ്രഹമേറിയ നല്ല വിശുദ്ധ പകൽക്കാലവേളയ്ക്ക് നന്ദി നിറത്തോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയ യാത്രകളിൽ വാഹനങ്ങളിലൊക്കെ എന്റെ ദൈവത്തിന് നല്ല പരിപാലനവും സൂക്ഷിപ്പും ഞങ്ങൾക്ക് നൽകി തന്ന വിശ്വസ്തയ്ക്കായ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈയിടെ എന്നെ വിളിച്ച യഹോവ കേട്ട് സകല കഷ്ടങ്ങളിൽ യഹോവ അവനെ വിടുവിച്ചെന്ന് പറയുവാൻ നിൽക്കണം. ഈ പകൽക്കാലം കൂടി വന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം സന്തോഷിച്ച് ആനന്ദിക്കാന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ വലിയവനാ ദൈവമേ ഞങ്ങളുടെ ആരാധനയൊന്നും നഷ്ടമായി പോകാതവണം. വലിയവനാ ദൈവത്തിന്റെ വലിയ കൃപ ഈ സാന്നിധ്യം ഞങ്ങളുടെ മേൽ നൽകി തന്ന വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് വൽക്കാലം ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയ സാറിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വരവ് താമസിക്കുന്നുണ്ട് കർത്താവേ. ഒരു പകൽക്കാലം കൂടെ കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ദൈവം കൃപ ചെയ്തവൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തന്റെ ദാസനെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ. അവരായിരിക്കുന്നിടങ്ങളവരെ സൂക്ഷിക്കണം, പരിപാലിക്കുമാറാകണമേ. അവരുടെ ബന്ധുമിത്രാദികളെ ചർച്ചക്കാരെ പ്രിയപ്പെട്ടവരെ എല്ലാം യേശു കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. യേശുവിനെ സുരക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവർക്ക് മനസ്സറിവ് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചില കുരുട്ടുകണ്ണുകളെ ദൈവം തുറക്കപ്പെടുമാറാകണമേ കർത്താവേ. അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന വ്യക്തി ജീവിതങ്ങൾ അനേകരുണ്ട് കർത്താവേ. അവർക്ക് ആശ്വാസം പകരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആത്മിക അനുഗ്രഹങ്ങൾ സ്വർഗ്ഗത്തിന്റെ മക്കളുടെ മേൽ നൽകിയവരെ മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്ര വലിയൊരു രക്ഷ ഹല്ലേലൂയ അത് നഷ്ടമാക്കി കളയാതോണം എന്റെ യേശുവിന് പ്രയോജനമുള്ള ആ വ്യക്തി ജീവിതങ്ങളായി മാറുവാൻ സ്വർഗ്ഗത്തിന്റെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം ഒരുക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം കർത്താവേ ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. അനന്തങ്ങൾ ആപത്തുകൾ ആർക്കും നേരിടുവാൻ സ്വർഗ്ഗം അനുവദിക്കരുതേ കർത്താവേ. അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കുമാറാകണമേ. പലരും രോഗികളായി ക്ഷീണിതരായി ഭാരപ്പെടുന്നുണ്ട് കർത്താവേ. കൈകാലുടെ വേദനകൾ അസ്ഥിമജ്ജ വേദനകൾ അലക്ക ഭാരപ്പെടുന്നുണ്ട് കർത്താവേ. അങ്ങയുടെ വലിയ ആശ്വാസം വിടുതൽ തന്നെ മക്കളുടെ മേൽ
സ്വർഗ്ഗം അയക്കുമാറാകണമേ അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം. സദാധിപൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, സ്തോത്രം, നീ എന്റെ വരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്ക് കൽപ്പിച്ചാൽ എന്റെ ഈ ദാസന് സൗഖ്യം വരുമല്ലോ. ഇന്ന് വൽക്കൽ ഞങ്ങൾ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വലിയ ആശ്വാസമുള്ള ഒരു സ്വർഗ്ഗം നൽകുമാറാകണമേ. ഹല്ലേലൂയ. നിങ്ങളോട് ദൈവം കർമ്മം ചെയ്യണമേ കർത്താവേ. ദാസനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന വൽക്കാല ശുശ്രൂഷയ്ക്കായി സ്വർഗ്ഗം അധികാരപ്പെടുത്തുമാറാകണമേ കർത്താവേ. ആമേൻ. നല്ല സങ്കീർത്തന സാക്ഷ്യ പ്രബോധനങ്ങൾ ദൈവത്തിന് ഹിതമുള്ള യാഗമായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ. പൈതൃക വൽക്കാലം അത്യാവശ്യമായി കടന്നു പോകേണ്ട സ്ഥലത്ത് കടന്നു പോയിരിക്കുന്നു കർത്താവേ. ഇന്ന് വൽക്കാലയുടെ യാത്ര വാഹനത്തെ ദൈവം സൂക്ഷിക്കണമേ. പിൻപട ഭൂതഗണങ്ങളെ കാവലാക്കി നിർത്തുമാറാകണമേ. എല്ലാ ദുർഘടങ്ങളെ സ്വർഗ്ഗം നിരപ്പാക്കുമാറാകണമേ. ഇന്ന് വൽക്കാലങ്ങളുടെ കരങ്ങൾ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാണ്. ആയിരിക്കുന്ന അടികളെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവരെ അനുഗ്രഹിക്കണമേ. ദൈവം സൂക്ഷിക്കണം. ആരാധന സ്വാതന്ത്ര്യമില്ലാതെ ആയിരിക്കുന്ന സമയങ്ങൾ അവസ്ഥകളെല്ലാം സ്വർഗ്ഗത്തിലെ ദൈവം അറിയുന്നുണ്ടല്ലോ കർത്താവേ. വേണ്ടതുപോലെ ആരാധിപ്പാൽ ആ ദേശത്ത് ഒരു നല്ലൊരു സ്വാതന്ത്ര്യം സ്വർഗ്ഗത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കുമാറാകണമേ കർത്താവേ. പ്രിയപ്പെട്ടവരോട് ദൈവം സംസാരിക്കണമേ. ആമേൻ. ഇന്ന് രാത്രികാലം പകൽക്കാലം ഞങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യട്ടെ. അടിയുള്ള ഒരു പ്രാവശ്യം കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്ന അടിയോട് കർമ്മം ചെയ്യണം. ശരീരസന്ധി പച്ചകളെ ബലപ്പെടുത്തുമാറാകണമേ. ആരോഗ്യബലം തന്നുമാനിക്കണം, അനുഗ്രഹിക്കണമേ. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, ആരാധന, സാക്ഷ്യ പ്രബോധനങ്ങളെല്ലാം ദൈവത്തിന് ഹിതമുള്ള യാഗമായി തീരാൻ ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് യാചന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെ മേലിയ നാമത്തിൽ ചോദിക്കുന്നു. കേൾക്കുമാറാകണം സ്വർഗ്ഗപിതാവാകുന്ന ദൈവമേ. 27ാമത്തെ സങ്കീർത്തനം വാക്യമായി വായിച്ച് ചോദ്യപ്പെടുത്താം. 27ാം സങ്കീർത്തനത്തിന്റെ 13, 14 വേദഭാഗം നമുക്ക് ചേർന്ന് പാടുകയും ചെയ്യാം. ആശ്രയമേശുവിൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ, ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. സൗഭാഗ്യം ഈ ജീവിതത്തിൽ ഇല്ല മറ്റൊരു നിശ്ചയമായി. സൗഭാഗ്യം ഈ ജീവിതത്തിൽ ഇല്ല മറ്റൊരു നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. 27ാമത്തെ സങ്കീർത്തനം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഞാൻ വൈരികളും ശത്രുക്കളുമായ ദുഷ്ടന്മാർ എന്റെ മാംസം തിന്നുവാൻ എന്നോടടുത്ത് വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അന്നത്തെ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തലയേരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ആഘോഷങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. എന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്,
അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കടസാക്ഷികളും എന്നോട് നിൽക്കുന്നു. അവസാനം 2 വാക്ക് ചേർന്ന് പാടാം. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുകയും ധൈര്യപ്പെട്ടിരിക്കുക. എന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തന ഭാഗത്തിനായി വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവ്, ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി തിരുവഴുത്തിനെ വായിപ്പാൻ, ആമേൻ, ധ്യാനിപ്പാൻ സ്വർഗം തന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. എന്റെ മക്കൾക്ക് അത് ഗ്രഹിപ്പാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം ആമേൻ അന്തരംഗത്തിൽ ആമേൻ അവയെ ഹാലേലിയ സ്തോത്രം വെളിപ്പെടുത്തി കൊടുക്കുമാറാകെ സംസാരിക്കേണ്ടതുപോലെ സംസാരിപ്പാൻ ആമേൻ അതേ കർത്താവേ വചനത്തെ ആമേൻ ഉള്ളതിൽ പോലെ ഗ്രഹിപ്പാൻ എന്റെ മക്കൾക്ക് പ്രാർത്ഥന നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലിയ ഒരാഴ്ച കാലം ആമേൻ ഞങ്ങളെല്ലാവരെയും ക്ഷമകരമായി സൂക്ഷിച്ചെണ്ണത്തിലൊന്നും കുറയുവാൻ സമ്മതിക്കാതെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയുന്നു. നേരത്തെ ഞങ്ങളിരിക്കുന്നു ആദ്യ അവസാന കർത്താവ് അധ്യക്ഷനായിരിക്കണം, ആലോചന മാനിക്കണം. എല്ലാ മഹത്വം ഒരിക്കൽ കൂടെ അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനാൽ തിരുനാമത്തെ മാറ്റുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നിൽക്കുമാറാകണമേ. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരല്ല പകലിന്റെ വിലക്കായി കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും സ്വന്തം ധാരാളമായി അനുഗ്രഹിക്കുന്ന വിശേഷിയാൽ പ്രിയ അമ്മ അലസാര ഒരിക്കൽ കൂടെ നമ്മളോടൊപ്പം ആയിരിക്കാൻ സ്വന്തം ഒരു അവസരം തന്നല്ലോ. ഇതിന് എല്ലാവരും യേശു കൃഷ്ണ സ്നേഹ വന്ദനത്തെ ഓർപ്പിക്കുന്നു. സ്വർഗം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു സങ്കല്പന ഭാഗം പലപ്പോഴും നമ്മൾ സങ്കല്പനം കേട്ടിട്ടുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ആമേൻ വീണ്ടും ഒരിക്കൽ കൂടെ ആമേൻ അടങ്ങിയ ധ്യാനിപ്പാൻ സ്വർഗം ഒരു അവസരം തന്നത് ഞാൻ കർത്താവിനോട് വളരെയധികം സന്തോഷിക്കും. 27ാമത്തെ സങ്കീർത്തനം ഏത് സമയത്ത് എപ്പോഴും പാടാവുന്നതും നമുക്ക് ഉള്ള സങ്കീർത്തനമാണ്. നമ്മൾ പാട്ട് തന്നെ പാടുമ്പോൾ പല നിലകളിലുള്ള പാട്ടുകളാണ്. ഒന്നാണ് സ്തുതി ഗീതമുണ്ട്, ആരാധന ഗീതമുണ്ട്, ഉണർവ് ഗീതമുണ്ട്, സാമാന്യ ഗീതമുണ്ട്. ഇങ്ങനെ ഒത്തിരി ഗീതങ്ങളുണ്ട്. അപ്പം എന്താണ് അതിനെ തരംതിരിച്ചങ്ങനെ പറയുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഒരു വിശുദ്ധ ആരാധനയൊക്കെ തുടങ്ങുമ്പോൾ സ്തുതി ഗീതമാണ് ആദ്യം തുടങ്ങുന്നത്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ സ്തുതിഗീതം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ആമേൻ. പിന്നെ ഉണർവ് ഗീതം, ആരാധന ഗീതം എന്നാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് സാമാന്യ സങ്കീർത്തനങ്ങൾ പല നിലകളിലുണ്ട്. ശ്രീദയ സങ്കീർത്തനമുണ്ട്, ശാപസങ്കീർത്തനമുണ്ട്, രക്ഷാസങ്കീർത്തനമുണ്ട്, അനുഗ്രഹ സങ്കീർത്തനമുണ്ട്. ഇങ്ങനെ സങ്കീർത്തനങ്ങളും പലതും. അപ്പൊ നമ്മള് ഇത് ഏത് സന്ദർഭങ്ങളിലും പാടാവുന്ന ഒരു സങ്കീർത്തനമാണ് 27ാമത്തെ സങ്കീർത്തനം. ഞാൻ ഏത് സമയത്തെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ 121 സാധാരണ പാടാറുണ്ട്. 121ാമത്തെ സങ്കീർത്തനത്തിന്റെ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുന്ന ഭാഗം ഇങ്ങനെയാണ്: യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നും. അപ്പം പോക്കും വരവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് അനുഗ്രഹിച്ച ഒരു സങ്കീർത്തനമാണ് ഇത്. ഏത് സന്ദർഭങ്ങളിൽ നമുക്ക് പാടാറുള്ള സങ്കീർത്തനം. നമുക്ക് ആ സങ്കീർത്തനത്തിലെ ഒരുപാട് വിഷയങ്ങളൊക്കെ ചരിത്ര പശ്ചാത്തലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ, ദാവീദ് യുദ്ധത്തിൽ തളർന്നുപോയ സന്ദർഭത്തിൽ സ്വതന്ത്രം ദാവീദിനോട് ഇസ്രായേലിന് പറയാണ്, ദാവീദേ, നീ ഇസ്രായേലിന്റെ ദൈവമാണ്, അതുകൊണ്ട് മേലാൽ നീ പടയിൽ വരല്ലേ എന്ന് ദാവീദിനോട് പറയുന്നത് ഒരു വാക്യം മാത്രം ആസ്പദമാക്കി വായിച്ച് 2 ശമൂവേലിന്റെ പുസ്തകം 21ാമത്തെ അധ്യായം അതിന്റെ 16ാമത്തെ വേദഭാഗം ഒന്ന് വായിക്കും. 2 ശമൂവേലിന്റെ പുസ്തകം 21ാം അധ്യായത്തിന്റെ 15-16 മാത്രം ഒന്ന് വായിക്കാം. 17 അപ്പൊ അതിന്റെ പശ്ചാത്തലം മുഴുവൻ പിന്നെ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ 300 ശേക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായി രാമാമക്കളിൽ ഇസ്ബായി ബെനോബ് എന്നൊരുവൻ,
എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരൂയയുടെ മകനായ അബീശായി അവന് തുണയായി വന്നു, ഫെലിസ്ത്യനെ വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ അവനോട്, നീ ഇസ്രായേലിന്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്തു പറഞ്ഞു. ആമേൻ. ഇവിടെ ദാവീദ് അതിനോട് ഫെലിസ്ത്യ പടക്കളത്തിൽ വെച്ച് ദാവീദ് യുദ്ധം ചെയ്ത് പല രാജാക്കന്മാർ യുദ്ധം ചെയ്യുമ്പോൾ സേനകളെ പറഞ്ഞു കൊടുക്കും. ദാവീദ് യുദ്ധത്തിന്റെ ഏറ്റവും മുന്നണിയിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. ഇവിടെ ദാവീദ് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ ക്ഷീണിച്ചവശനായി ഇപ്പോൾ താൻ വീഴുമെന്നായപ്പോൾ ആമേൻ ഹല്ലേലൂയ, യാഫാമക്കളിൽ ഒരുവൻ, കൈകാലുകളിൽ 6 വിരലുകൾ ഉള്ള ഒരുവൻ, ഇസ്ബീബനോ എന്ന് പേരുള്ളവൻ, ദാവീദിനെ കൊല്ലുവാൻ താമ്രശൂലം ധരിച്ചവൻ വന്ന് ദാവീദിനെ കൊല്ലുവാൻ അടുത്ത് വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ദാവീദിന് തുണയായി സെരൂയയുടെ മകനായ അബീശായി അവൻ തുടർന്നിട്ട് മല്ലനായ കൈകാലുകളിൽ 6 വിരലുകൾ ഉള്ള താമ്രശൂലം ധരിച്ചവനെ അവൻ അബീശായി കൊല്ലുവാൻ നമ്മുടെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ ഒന്നടങ്കം ദാവീദിനോട് പറയാണ്, ഇനി വരാൻ താങ്കൾ പടയിൽ വരല്ലേ എന്ന് വെച്ചാൽ നീയാണ് ഇസ്രായേലിന്റെ ദീപം. അങ്ങനെ പറയുവാൻ തന്നെ പല കാരണങ്ങളുണ്ട്. കാരണം ഏലാത്താഴലും മല്ലനായ ഗോലിയാത്തിനെ കൊന്നതും അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കിടക്കുമ്പോൾ ഇസ്രായേലിനെ പല കാരണത്താൽ പ്രയാസപ്പെട്ട സാഹചര്യങ്ങൾ, ഭാരപ്പെട്ട ഭയപ്പെട്ട നിമിഷങ്ങളിൽ രക്ഷപ്പെടുത്തിയെടുത്ത ദാവീദ് അവൻ ഇനി പടയിൽ വരല്ലേ, നീ ഇവിടെ ഇരുന്നാ മതി, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം. ഇനി അതിനകത്ത് വേറൊരു വിഷയം കൂടെ പറയാനുള്ളത്, ദാവീദിനെ എപ്പോഴും കൊല്ലുവാൻ സാധ്യമല്ല. എന്താ കാര്യം? അവൻ എപ്പോഴും ഒരു യോദ്ധമാണ്. അവൻ തളരുന്നവനല്ല, ക്ഷീണിക്കുന്നവനല്ല. പക്ഷെ അവൻ എപ്പോഴും അവനെ കൊല്ലുവാൻ എടുത്തത്, അവൻ എപ്പോഴോ ക്ഷീണിച്ചു, അപ്പോഴാണ് ശത്രു എടുത്തുകൊണ്ടത്. ഇനി നോക്കാം. ആമേൻ. ദാവീദിന്റെ വംശാവലിയിലാണ് യേശുവിനെ കുറിച്ച് കാണുന്നത്. യേശുവിനെ എപ്പോഴും പിടിക്കുവാൻ സാധ്യമല്ല. തിരുവഴുത്ത് പറയുന്നു, ആമേൻ, ഞാൻ ദിവസേന പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്നെ പിടിക്കുവാൻ സാധ്യമായിരുന്നോ? എന്നാൽ ഇത് ഇരുളിന്റെ പ്രവൃത്തിയും നിങ്ങളുടെ നാഴികയുമാണെന്ന് ആമേൻ യേശു പറയുന്നു. ആമേൻ. നോക്കുക, ഇവിടെ യേശുവിനെ ആമേൻ 40 ദിവസം ഉപവസിച്ചത്, മരുഭൂമിയിൽ ഉപവസിച്ചതിനെ കുറിച്ച് കാണും. വിശുദ്ധ മർക്കോസ് മാത്രം വളരെ വ്യക്തമായി പറയുന്നു, അവൻ 40 ദിവസം കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ആമേൻ. അതെ, ആ 40 ദിവസത്തെ ഉപവാസത്തിന്റെ പരിസമാപ്തി വന്നപ്പോൾ അവന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. നോക്കണമേ, എവിടെയാണ് ക്ഷീണമുള്ളത് അവിടെയാണ് പിശാചിന്റെ ആമേൻ പദ്ധതി. എവിടെയാണ് ബലഹീനതയുള്ളത് അവിടെയാണ് പിശാചിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ. ആമേൻ. ഹല്ലേലൂയ. അതിനെ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിലവൻ അടിമപ്പെട്ടിരിക്കുന്നു. അപ്പം എവിടെയാണ് ഒരു തോൽവി ഒരുവനുള്ളത് അവൻ അതിനോട് അടിമപ്പെട്ടിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞങ്ങളെ കഥാനദാസൻ തോമസ് മാൻ സാർ പഠിപ്പിച്ചപ്പോഴേക്കും ഒരു കാര്യം പറഞ്ഞു. ഇയ്യോബിന് പേടി ഉണ്ടായിരുന്നത് ഒറ്റ കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അലങ്കാര ഭാഷയിൽ പറഞ്ഞു, ഇയ്യോബിന് പേടിയുള്ള ചൊറിയ ഉണ്ടായിരുന്നു. ചൊറിയെന്നല്ല, അവിടെ പറഞ്ഞു പരുക്കൽ എന്നാണ്. എന്നുവെച്ചാൽ വലിയ പരിവ് അദ്ദേഹത്തിന്റെ ദേഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന വിഷയം, അതായത് 10 മക്കളും മരിച്ചപ്പോൾ 10 മക്കളും മരിച്ചപ്പോൾ ഇയ്യോബിന് പ്രയാസമില്ലെന്നല്ല പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു. ദൈവം തന്നതാണ്, ആ ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തന്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവൻ പിശാച് വിചാരിച്ചു ഇനി മക്കൾ നഷ്ടപ്പെടുമ്പോൾ ഈ ഒരു പക്ഷെങ്കിൽ ദൈവത്തെ ത്യജിക്കും, ദൈവത്തെ പിറുപിറുക്കും. ദൈവ നന്മ അനുഭവിച്ചാൽ മുഖത്ത് നോക്കി ദൈവസന്നിധിയിൽ ഇരുന്നും എന്തെങ്കിലും പല്ലും വഴിയും ദൂഷ്യവശങ്ങളൊക്കെ പറയും.
പക്ഷേ 10 മക്കളും മരിച്ചപ്പോഴും യോബ് ഒന്നും പറഞ്ഞില്ല. അപ്പോഴും പറയുന്നു ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുക എന്നാണ്. ഒടുക്കം പിശാചിന്റെ ഒരു കാര്യം മനസ്സിലായി. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം ഹല്ലേലൂയ. ദൈവം വസിക്കുന്നത്, പഴയ നിയമത്തിൽ ദൈവം വസിച്ചത് മന്ദിരത്തിലാണെങ്കിൽ, ഒന്നാമത്തെ മന്ദിരം, ഇങ്ങനെ മന്ദിരങ്ങളെ കുറിച്ച് ചിലപ്പോൾ പറയുന്നില്ല, മരുഭൂമിയിലെ മന്ദിരം, ആലയം, പിന്നെ ഇങ്ങോട്ട് പണിത് വരികയാണ് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ. യസ്രായുടെ കാലത്ത് പിന്നെ ഹെരോദാവിനാൽ പണിയപ്പെട്ടു. ഇങ്ങനെ പണിത് അവൻ ഇപ്പോഴത്തെ സമയത്ത് ആലയം ഇല്ല, അത്യധികമായ ആലയം ഇപ്പോഴില്ല. ക്രൈസ്തവരോ അമേൻ, നമ്മൾ നോക്കണം. അമേൻ, ഇപ്പോഴ് ഒരു ദേവാലയം എന്ന് പറയാൻ, എല്ലാം ഇങ്ങനെ ദേവാലയം എന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ദേവാലയത്തിനകത്ത് ഇപ്പൊ എന്തോ നടക്കുന്നതെന്നൊന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോ ആ ദേവാലയം, ഇപ്പോഴത്തെ ആലയം ഏതാ? നമ്മുടെ ശരീരമായ ആലയം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ, എന്നെ ഇപ്പൊ തെളിവ് പറയുന്നില്ല, കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോ ദൈവം വസിക്കുന്ന മന്ദിരമാണ് ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരം എങ്ങനെ ആയിരിക്കണം? അതിനെക്കുറിച്ച് റോമാലേഖനം വളരെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. നമ്മുടെ ശരീരമാണ് ഇപ്പോഴത്തെ ആലയം. ഈ ആലയം അങ്ങനെ സൂക്ഷിക്കണം. അത് വളരെ ഭദ്രതയോടെ, എന്ന് വെച്ചാൽ ആ ആലയത്തെ ഈ പുറമെ കാണിക്കുന്ന ഈ വിശുദ്ധീകരിക്കുന്നതല്ല. ദൈവം വസിക്കണമെങ്കിൽ ആലയത്തിന് എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്. വായിൽ നിന്ന് വരുന്ന ദൂഷണം, പരദൂഷണം, നിന്ന, ഇതെല്ലാം ഒരുപാട് ചതി വിടക്കുന്ന അങ്ങനെ എല്ലാം ഉണ്ട്. അതൊക്കെ എടുത്തെടുത്ത് നമുക്ക് പറയാൻ ഇപ്പൊ സമയം പോരാത്തുന്നുണ്ട്. സങ്കല്പനത്തിന്റെ 1-2 കാര്യങ്ങളിലേക്ക് കടന്നു വരുവാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ സ്തോത്രം. അപ്പൊ ബലഹീനത എവിടെയുണ്ടോ അവിടെയാണ് ശത്രു വരുന്നത്. ഈ ഒരു വിഷയം എടുത്തത്. അവേ യേശുവിന് വിശന്നപ്പോഴാണ് പിശാചരിക്ക് വരുന്നത്. അപ്പോഴാണ് പറയുന്നത്, നീ വിശക്കുന്നുവെങ്കിൽ ഈ കല്ലുകളെ അപ്പമായി തീരും. യോബിന്റെ ജീവിതത്തിൽ യോബ് ഭയന്നത്, അപ്പൊ യോബ് പറഞ്ഞത്, ഞാൻ പേടിച്ച് തന്നെ എനിക്ക് വന്ന് ഭവിച്ചു. യോബ് പേടിച്ചത് അവൻ ഒരു പക്ഷെങ്കിൽ തന്റെ ശരീരത്തെ പേടിച്ചു. എന്ന് വെച്ചാൽ തന്റെ ഈ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നുള്ള ചിന്ത വന്ന് കാണാം. അതുകൊണ്ടാണ് ഇവിടെ രാവിലെ വന്നപ്പോൾ ചോദിച്ചു പറഞ്ഞു, ശരീരത്തിനെല്ലാം വേദന, എല്ലാവർക്കും വേദനയാണ്. ഇപ്പൊ ഏതാണ്ട് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ശാരീരികമായിട്ട് വളരെ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മുടെ കഴിഞ്ഞ വാക്സിനൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരുടെ ബോഡി വല്ലാതെ വീക്കാണ്. ക്രൈസ്തലോട് ഇനി അതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ മാറിയൊക്കെ വരണം. ഇങ്ങോട്ട് നമുക്ക് ആ വിഷയം ദൈവം പ്രവർത്തിക്കണം. ക്രൈസ്തലോ പക്ഷേ ശരീരത്തെ പോഷിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന് വേണ്ടുന്നതാകുന്ന ആവശ്യമായ എല്ലാ പോഷണവും നമുക്ക് കൊടുക്കണം. അതെന്താണ്? പ്രാർത്ഥന, ആരാധന, ഉപവാസം, ഇതൊക്കെയാണ് ആത്മാവിന് വേണ്ടത്. ക്രൈസ്തലോ നമ്മുടെ ജഡത്തിന് വേണ്ടി നമ്മൾ ഭൗതികമായ ആഹാരം കഴിക്കും. സ്തോത്രം. ഇവിടെ യേശുവിനെ വിശന്നു. യേശുവിനെ എന്ന് വെച്ചാൽ ബലഹീനത എവിടെ ഉണ്ടോ അപ്പോഴേ പിശാച് വരികയുള്ളൂ. ദാവീദ് ക്ഷീണിച്ചു. ദാവീദ് ക്ഷീണിച്ചപ്പോ അവൻ അല്ലിയ പിശാചെന്ന് വന്നത് ശത്രു അവന്റെ നേരെ പോകും. അവൻ അല്ലിയ വിശ്വാസികളായ നമ്മൾക്കും ക്ഷീണം വരുമ്പോഴാണ് പിശാച് വരുന്നത്. എപ്പോഴാണ് നമുക്ക് ക്ഷീണം വരുന്നത്? പനി വന്നപ്പോഴുള്ള വിഷയമല്ല. നമ്മുടെ പ്രാർത്ഥനയിൽ കുറവും ആരാധനയിൽ കുറവും അവയൊക്കെ വരുമ്പോൾ അവൻ അവിടെയാണ് പിശാച് നമ്മളോട് അടുക്കുവാൻ ശ്രമിക്കുന്നത്. ദിവസങ്ങളിൽ നമുക്ക് അവൻ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തിരുവെടുത്ത് വായിക്കുന്നു. എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വേദഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അഭിനയത്തിലും ശക്തിപ്പെടുകയും
ഇത് പറഞ്ഞിട്ട് താഴ്ത്തി വായിക്കുകയാണ്. പിശാചിന്റെ തന്ത്രം കൊണ്ട് എതിർത്തിപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊടുക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളല്ല, ആഴ്ചകളോടും വിചാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. എന്നിട്ട് താഴോട്ട് വീണ്ടും പറയാണ്, അതുകൊണ്ട് സകലവും സമാപിച്ചിട്ട് നിങ്ങൾ എതിർത്തിപ്പാൻ കഴിയും ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം, നീതിയുടെ കവചം ധരിക്കണം, സമാധാന സുവിശേഷത്തിന് ഒരുക്കം കാലിന് ചെരുപ്പാക്കണം, എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ നിയമങ്ങളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിധി എടുത്തുകൊണ്ട് നിൽക്കണം. അവൻ തീർന്നില്ല, സകല പ്രാർത്ഥനയിലും ആത്മാവിൽ ജാഗരിച്ചും അതിനായി കാത്തിരിക്കണം എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുക. ഇവിടെ ദാവീദ് ഈ സംഘത്തിന് വേണ്ടി പശ്ചാത്തലം പറഞ്ഞു. ഇപ്പൊ ദാവീദിനോട് പറയാണ്, നീയാണ് ഇസ്രായേലിന്റെ ദൈവം, അതുകൊണ്ട് മേലാൽ പടയിൽ വരലെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറയുന്നത് ഞാനല്ല എന്ന് ദാവീദ് അതിനെ ആസ്പദമാക്കി വീണ്ടും താഴോട്ട് പറയുകയാണ്. സ്തോത്രമാലേലിയ ആമേൻ. ഇതാണ് ആമേൻ ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ ആമേൻ ദാവീദ് ഇവിടെ പറയുന്നു. ആമേൻ 27-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം, യഹോവയുടെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒന്നാണ് ദാവീദ് പറയുന്നു, എല്ലാവരും പറയുന്നു ഞാനാണ് ദൈവമെന്നല്ല, ഞാനല്ലേ യഹോവയുടെ വെളിച്ചമാണ് എന്ന് പകൽക്കാലം. ഈ വെളിച്ചം വെളിച്ചം എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ പുതിയ നിയമത്തിൽ ആ വെളിച്ചം ആരാണെന്ന് സ്തോത്രമാലേലിയ. യോഹന്നാന്റെ സുവിശേഷം ആമേൻ 8-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ആമേൻ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം വായിച്ചേ. പിന്നെ 12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാകും. മതി മതി മതി. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. നമുക്ക് ഇന്ന് പകൽക്കാലം എപ്പോഴും ഓർക്കണം യേശുവിനെ കുറിച്ച്. ഇപ്പം ഇവിടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണുന്നത് മുഴുവൻ ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച്. ഇന്നിപ്പം ഇന്നലെ വൈകിട്ടൊക്കെ ഇവിടെ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ ഒത്തിരി സംഭവങ്ങൾ നടന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. എല്ലാം അടിച്ച് തകർക്കുകയാണ്. സ്തോത്രമായി. എന്താ ഇത്ര ഭയത്തിന്റെ കാരണം എന്താ? ലോകത്തിന് വെളിച്ചം കൊടുത്ത് ഒറ്റ ഒരുവനെ. ബാക്കിയുള്ളവരൊക്കെ വന്ന് കുറച്ചു പേർക്ക് വെളിച്ചം കൊടുത്തതല്ലാതെ ലോകത്തിന് മൊത്തമായി വെളിച്ചം കൊടുത്തത് യേശുവിനെ. ഞാൻ ആ ഒരു ഭാഗത്തെ കുറിച്ച് നമുക്ക് യേശുവിനെ കുറിച്ച് മാത്രമേ നമുക്ക് വിശദീകരിക്കാനും സംസാരിക്കാനും സാധിക്കും. ഇവിടെ ദാവീദ് പറയുന്നത് ആമേൻ യഹോവയുടെ വെളിച്ചമാണ്. ആമേൻ 2 എന്റെ രക്ഷയാണ്. 3 ആമേൻ ഹല്ലേലൂയ. ആമേൻ അത് 27-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ വെളിച്ചവും എന്റെ രക്ഷയുമാവും. അതുകൊണ്ട് ദാവീദ് പറയുന്നത് ഞാൻ ആരെ ഭയപ്പെടും. 3-ാമത്തെ അതിന് പോയില്ലേ, യഹോവയുടെ ജീവന്റെ ബലം. ആമേൻ ഞാൻ ആരെ പേടിക്കും. വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ദൈവ പൈതൽ, ദൈവത്തെ അറിഞ്ഞ, യേശുവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതലിനെ ഒന്നും പേടിക്കണമെന്നില്ല. ഏത് ഭയമുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ബലം അവന്റെ അന്തരംഗത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഒരു സ്ത്രീ പറഞ്ഞു, അവര് പറഞ്ഞു അവർക്ക് അസുഖമായിട്ട് അവർക്കും ക്യാൻസർ രോഗത്താൽ അവരും വല്ലാതെ ഭാരപ്പെട്ടു. അസുഖത്തോടുള്ള ബന്ധത്തിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവർ വരുന്ന വഴി അവരുടെ വണ്ടി മറിഞ്ഞു, അവരുടെ മകൻ അപകടമുണ്ടായി. ഒരുപാട് വിഷയം, ഒന്നിനു പുറകെ വിഷയങ്ങളാണ്. എങ്കിലും രോഗജാതികൾ എന്ന് വെച്ചാൽ ദൈവത്തെ അറിയാത്തവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ വരാൻ കാരണം? നിങ്ങൾ ദൈവത്തെ വിളിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് വരാൻ കാരണം? അവർ പറഞ്ഞു എന്റെ കർത്താവിന്റെ ഇഷ്ടം എന്തോ അത് കർത്താവ് നടത്തട്ടെ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു, ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞ് നോക്കുന്നു. സ്വതന്ത്രമാണ് അമ്മേ. അപ്പം എന്നിട്ട് പറയാണ് തനിക്ക് ഇഷ്ടമുള്ളത് ദൈവം ചെയ്യും. നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടമുള്ളത് ദൈവം ചെയ്യുമ്പം നമുക്ക് ദൈവത്തോട് എന്താ പ്രത്യുത്തരം? നമുക്കെന്താ പറയാൻ പറ്റുന്നത്?
എന്തോ അങ്ങനെ ചെയ്താൽ നമുക്ക് ചോദിക്കുന്നത് ശരിയാണോ? ഒന്ന് വായിച്ച 113-ാമത്തെ സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ആകാശത്തിലെ ഭൂമിയിലുള്ളവ അവൻ കുഞ്ഞു നോക്കുന്നു. നോക്കണേ, 1-ാമത്തെ വിഷയം. വലിയവനായ ദൈവം ഇവയെല്ലാം നോക്കുന്നു എന്ന്, കുഞ്ഞു നോക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത്ര ഉയരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു നോക്കുന്നു എന്ന ആശയം വരല്ലേ? അവൻ എല്ലാ ചെയ്തികളും വ്യക്തമായി അറിയുന്നവൻ, ഇരിക്കുന്നത് എഴുന്നേൽക്കുന്ന. നമ്മളത് ഇവിടെ സങ്കീർത്തനക്കാരന്റെ ഒരു അലങ്കാര ഭാഷയിൽ അവിടെ പറയുമ്പോൾ, സങ്കീർത്തനത്തിൽ തന്നെ 139-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് വളരെ വ്യക്തമായി പറയുന്നത്, സ്തോത്രമാലിയ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നു നീ അറിയുന്നു. അടുത്തത്, എന്റെ നിരൂപണം ദൂരത്തുനിന്ന് കാണും. ആമേൻ. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യും. അപ്പൊ എല്ലാം ദൈവം അറിയാതെ ഒരു സംഭവം നടക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ വായിച്ചത് സ്തോത്രമാലിയ. ആമേൻ. ഇത് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം. ആമേൻ. ആലിയ. നമുക്ക് പേടിക്കാനില്ലെന്നില്ല, നമുക്ക് പേടിയുണ്ടെങ്കിലും അതിന് നടുവിൽ നീക്കുപോക്കൂടെ ദൈവം തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചേ 68-ാമത്തെ സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യം. ഞാൻ ഒരുപാട് വാക്യങ്ങൾ പറയുന്നത് വാക്യങ്ങളുടെ ബഹുത്വം കാണിക്കാനല്ല, നമുക്ക് അതിനനുബന്ധമായ ഉപോത്പരകമായ നമ്മെ ശക്തീകരിക്കുന്ന വചനം ദൈവവചനത്തിലുണ്ട്. 68-ാമത്തെ സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, അതിങ്ങനെ വായിച്ചത്, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അടുത്ത വാക്യം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. അപ്പൊ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തോണം. ആമേ. നമുക്കൊരു നീക്കുപോക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞു, യഹോവ എന്റെ വെളിച്ചവന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ആമേൻ. എന്ന് വെച്ചാൽ വ്യക്തമായി മനസ്സിലായി, എനിക്ക് യഹോവ വെളിച്ചമായി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. പേടിയുണ്ടെങ്കിലും എനിക്ക് നീക്കുപോക്ക് വരുത്തുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ട്. പകൽക്കാലം നമ്മളാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 1-2 വാക്യങ്ങൾ ഇവിടെ ഞാൻ വേഗത്തിൽ സൂചിപ്പിച്ചു. സ്തോത്രമാലിയ. അവിടെ വായിക്കുന്ന 2-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് 27-ാമത്തെ, എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസത്തിന്റെമാരോട് അടുക്കുമ്പോൾ ഇടറിയുകയും. അപ്പോ ശത്രുവിന്റെ വലിയ തന്ത്രങ്ങളാണ് ഇവിടെ. 1-2 വേദഭാഗത്തിൽ ദാവീദ് പറയുന്ന 3 വരെയുള്ള വേദഭാഗത്തിൽ ദാവീദ് ദൈവത്തിലുള്ള തന്റെ ഉറപ്പേറിയ വിശ്വാസത്തെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുക. അവൻ എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ശത്രുവിന്റെ കയ്യിലേക്ക് നമ്മളെ ചുമ്മാ വിട്ടുകൊടുക്കുക. ദൈവത്തിൽ ചെയ്തെടുത്ത് നമ്മളിൽ കൂടെ ചെയ്തെടുക്കുവാനുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്തതിന് ശേഷം മാത്രമേ ആമേനാലിയ ദൈവം നമ്മളെ ഇവിടെ അങ്ങോട്ട് വിളിക്കൂ. ദൈവത്തിന് നമ്മളിലൂടെ ചെയ്തെടുക്കേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ദൈവം നമ്മളെ ഇവിടെ അങ്ങോട്ട് വിളിക്കൂ. നമ്മളിവിടെ ഒരു വേദഭാഗം ഞാൻ ഈ സങ്കീർത്തനത്തിൽ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനുള്ള ഇടയായി തീർന്നൊരു വിഷയമുണ്ട്. ക്രൈസ്തവരുടെ ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 6-ാമത്തെ വാക്യം, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും, ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഒരു കാര്യം ഓർക്കണം, പിശാചി വലിയ തന്ത്രശാലിയാണ്. അവൻ നമ്മെപ്പെട്ട് ചില നന്മ കാണുകയാണെന്നും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില വിശാലത കണ്ടനുഭവിക്കാൻ സമ്മതിക്കുകയാണെന്നും ഒക്കെ അവൻ വളരെ തന്ത്രപരമായ പദ്ധതികൾ ഒരുക്കുന്നു. യഹോവ എന്റെ വെളിച്ചമാണ്, എന്റെ രക്ഷയാണ്, എന്റെ ജീവന്റെ ബലമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഓർക്കണം. ആമേനാലിയ. ശത്രുകാൺക വിരുന്നൊരുക്കിയ ദൈവം നമുക്ക് വേണ്ടി അതെല്ലാം നൽകി തന്ന മാനിച്ചിട്ടല്ലാതെ, അത് കണ്ടൊക്കെ അനുഭവിച്ചിട്ടല്ലാതെ നമ്മൾ ഇവിടെ നീ കുതലം വിട്ടു പോവുകയാണെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനും ഇരുന്ന് ഒരുപാട് ദൈവത്തോട് എന്റെ സങ്കടം പറഞ്ഞ് കരയുവാനൊക്കെ ഇടയായിരുന്നു. ക്രൈസ്തവരോട് ഹല്ലേലൂയ. ദാവീദും അങ്ങനെ പറയുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിച്ച് ഞാൻ എന്നെടുക്കും
കരയും. അത് ദൈവം കേൾക്കും, നിശ്ചയമായിട്ട് ദൈവം കേൾക്കും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇനി ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ മൊത്തം ക്ലോസ് ചെയ്യട്ടെ. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങി ആദ്യം എന്റെ ഹൃദയം ഭയപ്പെടുക. ഭയമില്ലെന്നല്ല, ഭയപ്പെടുത്തുന്ന വിഷയം വന്നാലും എന്റെ ജീവന്റെ ബലം ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. എന്റെ വെളിച്ചം ദൈവമാണ്. മറ്റൊന്ന്, എന്റെ രക്ഷ ദൈവമാണ്. ദൈവത്തിന്റെ പക്കൽ എനിക്ക് രക്ഷയുണ്ട്. ഈ ഒരു ഉത്തമമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ എന്റെ ഹൃദയം ഭയപ്പെടുകയും. അടുത്തത് അതിന്റെ 3ന്റെ വീട്ടിൽ എനിക്ക് ഇപ്പൊ നേരിട്ടാതെ ഞാൻ നിർഭയമായിരിക്കും. 4, 5, 6 വേറെ ഭാഗം കൂടെ അതിന്റെ പശ്ചാത്തലം എന്ന് പറയാം. ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ താൻ അങ്ങോട്ട് പറയാം. സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ് ദൈവമായിട്ട്. അതിലൊരു വിഷയം ഇത് ഷെയർ ചെയ്തതാണ് 4ാമത്തെ വാക്യം. അതൊന്ന് വായിച്ച്. കേട്ടോ, ഞാനൊരു കാര്യം അപേക്ഷിച്ചു. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. മനോഹരത്വം കാണുവാനും. 1ാമത്തെ വിഷയം, എനിക്ക് ദൈവത്തിന്റെ മനോഹരത്വം കാണണം. പിന്നെ അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. അവന്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഒരു കാര്യം അപേക്ഷിച്ചെന്നാ മനസ്സിലായി. പക്ഷെ അതിന്റെ ഇരുവുകൾ എടുത്തെടുക്കുന്നില്ല. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതിന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം, എന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എന്റെ ആയുഷ്കാലം ഒക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സുഖലോലുപനായി കിടന്നുറങ്ങുവാൻ എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളതാകുന്ന ദാവീദിന് ആമേ ഒറ്റ ആഗ്രഹം യഹോവയുടെ മനോഹരത്വം കാണണം. അവന്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം. ആമേൻ. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ആദ്യത്തെ വിഷയം അവന്റെ ആരാധനയും പ്രാർത്ഥനയും. അതിന് മുടക്കമില്ല. ഞാൻ കുറച്ച് നാള് രാജസ്ഥാനിലായിരുന്നപ്പോ 85 കിലോമീറ്റർ അകലെ പോയ ഒരു ആരാധന കൂടിയത്. അവിടുത്തെ ആരാധന കൂടിയത് വേർപാടുകാരുടെ ഒരു ആരാധന. ഇപ്പൊ ഈ സമയത്ത് പറയുന്ന യോഗ്യമല്ലെങ്കിൽ അനുഭവിച്ചത് കൊണ്ടൊന്ന് പറഞ്ഞു. ആ ഒറ്റ ആരാധന ഞാൻ പോയിട്ടുണ്ട്, പിന്നെ പോയില്ല. 85 കിലോമീറ്റർ അകലെ പോയി ചെന്ന ഒരു ആരാധന കൂടി. അന്ന് അവിടെ വിശുദ്ധ മേശയുണ്ട്, കർത്തൃമേശയുണ്ട്. ആ കർത്തൃമേശ കഴിഞ്ഞേച്ച് അവരെ സ്തോത്രം ആ അപ്പം അത് എല്ലാവരും സെർവ് ചെയ്തു, കഴിച്ചു. ബാക്കി വന്നത് അവിടെ ഇരുന്നു. ഞാൻ അവിടുത്തെ വേറൊരു ദൈവദാസനോട് ചോദിച്ചു, അവിടെ ഇരിക്കുന്ന അത് മിച്ചം വന്ന് എന്ത് ചെയ്യും? അതാരും ഉപയോഗിക്കുകയില്ല. ഞാൻ ചോദിച്ചു, അതിന് എന്തെടുക്കും? അവരെടുത്ത് പട്ടിക അങ്ങനെ കൊടുക്കും. അങ്ങനെയാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അവർ പറഞ്ഞു, അത് ഉച്ഛിഷ്ടമല്ലേ. ഞാൻ അന്നുകൊണ്ട് ആരാധന നടത്തി, പിന്നെ പോയി. പിന്നെ ഞാൻ 2 മാസം അവിടെ ആരാധന, ഞങ്ങള് 3 പേരും ഇരുന്ന് 2 മാസം ഇരുന്ന് ആരാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പഠിക്കാൻ പോവുക. പറഞ്ഞത് ഇത് ഇപ്പൊ പറയേണ്ട കാര്യമല്ലെങ്കിലും 1ാമത്തെ വിഷയം ദൈവത്തിന്റെ ആരാധന. അതാണ് അവരുടെ ജീവിതത്തിൽ. ദാവീദ് പറഞ്ഞു, എനിക്ക് യഹോവയുടെ മനോഹരത്തെ കാണണം, എന്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം, എന്റെ ആയുഷ്കാലം ഒക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കണം. അതെ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ വാക്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതെ, ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റവും അവസാനത്തെ 13, 12, അവസാനത്തെ 2 വാക്യം വായിച്ചാട്ടെ. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അതാണ് ഒരു വലിയ വിഷയം. ഇത്രയെല്ലാം ഓടിയിട്ട് അധ്വാനിച്ചിട്ട് യഹോവയുടെ നന്മ നമ്മൾ കണ്ടില്ലെങ്കിൽ അത് വലിയൊരു കഷ്ടം തന്നെയാണ്. അമ്മേ. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, അവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കാണ്, യഹോവയെങ്കിലും ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ധൈര്യപ്പെടുത്തുക. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. സാധാരണ തോന്നി പറഞ്ഞു. 35 വർഷമായി സുവിശേഷ വേല ഇറങ്ങി. ഇറങ്ങിയ കാലത്തെ കഷ്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം. ഇല്ലായ്മയുടെ കൂമ്പാരം 2 ചേരിക്കൂടെ ബോധിച്ചിട്ടുണ്ട്. സ്തോത്രം.
അത് ഈ സമയത്ത് പറയുന്ന യോഗ്യമല്ലെങ്കിലും പറഞ്ഞു വന്നിട്ട് ഒരു കാര്യം പറയാം. ഞങ്ങളുടെ സഹോദരൻ ഉപേക്ഷിച്ച് കളഞ്ഞ ചെരുപ്പ് ഞാൻ 2 മാസം ഉപയോഗിക്കുക. സോ അത്രയും മാത്രം ഞാനങ്ങ് പറയും. കാരണം അദ്ദേഹത്തിന് ഈ ചെരുപ്പ് തേയുന്നത് ഒരുമാതിരി തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടുകയാണ്. അപ്പൊ അതങ്ങ് കളയും. ഞാൻ നോക്കുമ്പോ അതെനിക്ക് അതൊക്കെ നിർത്തുക. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ സുഖ സമൃദ്ധിയാണോ സമ്പൽ സമൃദ്ധിയാണോ? അല്ല. എങ്കിലും ഞാൻ ഓടിയിട്ട് അധ്വാനിച്ചതെല്ലാം എനിക്ക് മറുപടി എനിക്ക് കാണാനാണ്. എനിക്കത് വേണം, കിട്ടണം അല്ല, എനിക്ക് വേണം. 2 കൂട്ടം കാര്യങ്ങൾ ദൈവത്തോട് പറയാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. കാരണം സ്വർഗീയ അപ്പന്റെ വേലയാ ചെയ്യുന്നത്. ആമേൻ. യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം എന്ന വാക്യമുണ്ട്. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ ധൈര്യപ്പെടുത്തി പറയാണ്. ആമേൻ. യഹോവ നിന്റെ വെളിച്ചവും യഹോവ നിന്റെ രക്ഷയും യഹോവ നിന്റെ ജീവന്റെ ബലവും നിനക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ യഹോവയിൽ നീ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട. ആമേ. അത് യഹോവയിൽ പ്രത്യാശ. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തി പറയാം, നീ ഇതെല്ലാം കാണും, അനുഭവിക്കും. ആമേനാലില്ല. ദാവീദ് ആമേനാൽ ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നു. അവസാനം വലിയ സ്വസ്ഥതയോടെ താൻ രാജഭരണം നടത്തി. ഒരു സുഖവിശ്രമം തനിക്ക് ലഭ്യമായെങ്കിൽ ദാവീദ് വിശ്വസിച്ച അതേ കർത്താവിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാം. നമുക്കും സ്വന്തം സ്വസ്ഥതയും സമാധാനവും തരുന്ന ദൈവമാകയാൽ ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വരങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രവർത്തിച്ച് സാക്ഷ്യത്തെ സമയത്ത് വികസനത്തിൽ താൻ നിൽക്കുന്നു. കർത്താവ് തന്നെ